പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 30 വ്യാഴം. പ്രധാന വാർത്തകൾ. ദോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ കൃഷിയിടത്തിൽ പുല്ലിന് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. ആളപായങ്ങളില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അഗ്നിശമന സേനയുടെ ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. പ്രദേശത്താകെ പുക നിറഞ്ഞു നിന്നു. തീപിടുത്ത കാരണം വ്യക്തമല്ല. നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ 85 സേവന നിരക്കുകളിൽ ഭേദഗതി വരുത്തി ഒമാൻ ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയം. 47 വിഭാഗങ്ങളിൽ ഫീസുകൾ ലയിപ്പിക്കുകയും 11 എണ്ണത്തിൽ ഫീസ് റദ്ദാക്കുകയും 8 സേവനങ്ങളുടെ നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. 14 പുതിയ സേവന നിരക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിൽപ്പന കരാറിന്റെ രജിസ്ട്രേഷൻ ഫീസ് 2% നിന്ന് 1% കുറച്ചു. ഒമാനി പൗരന്മാർക്കും കമ്പനികൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇസ്ലാമിക് ബാങ്കുകൾ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളുടെയും പണയ വസ്തുക്കളുടെ രജിസ്ട്രേഷൻ ഫീസ് 0.5% കുറച്ചു. കൃഷിഭൂമി രജിസ്ട്രേഷൻ ഫീസ്, ഇലക്ട്രോണിക് ലേലം മുഖേന ഭൂമി അനുവദിക്കൽ എന്നിവയ്ക്ക് ഇനി പ്രത്യേകം നിരക്ക് നൽകേണ്ടതില്ല. 300 റിയാലിൽ കൂടുതൽ വരുമാനമില്ലാത്തവർ, അംഗപരിമിതർ, ഒമാനി കുടുംബ വരുമാന പദ്ധതി, ഹൗസിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം എന്നിവയുടെ ഗുണഭോക്താക്കൾ, ജോലിയിൽ നിന്ന് വിരമിച്ച് 300 റിയാലിൽ കൂടുതൽ വരുമാനമില്ലാത്തവർ എന്നിവരെ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ ഫീസിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം പുതുതായി ചില വിഭാഗങ്ങൾക്ക് ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ, രേഖകളുടെ ഡോക്യുമെന്റേഷൻ, വസ്തു ട്രാൻസ്ഫർ, ബിസിനസ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള അപേക്ഷ, റിയൽ എസ്റ്റേറ്റ് പ്രൈസിംഗ് രംഗത്ത് പ്രവർത്തിക്കാനുള്ള രജിസ്ട്രേഷൻ, ബ്രോക്കറിംഗ് ലൈസൻസ് എന്നിവയ്ക്കായി ഇനി പ്രത്യേകം നിരക്ക് ഈടാക്കും. സേവന നിരക്കുകൾ എടുത്തുകളയുകയും കുറയ്ക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നിക്ഷേപകരെ ആകർഷിക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ ഇന്ത്യയും ഒമാനും തീരുമാനിച്ചു. മസ്കത്തിൽ നടന്ന 11ാമത് ഇന്ത്യ ഒമാൻ സംയുക്ത കമ്മീഷൻ യോഗത്തിന്റെ സമാപനത്തിലാണ് തീരുമാനം. യോഗത്തിൽ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഗായിസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് എന്നിവർ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, പുനരുപയോഗ ഊർജം, മറ്റ് പ്രധാന മേഖലകൾ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഫലപ്രദമായ ചർച്ചകൾ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ നടന്നു. 2023 ഡിസംബർ വരെ ഒമാനിലെ ഇന്ത്യൻ കമ്പനികളുടെ നിക്ഷേപം 750 ദശലക്ഷം റിയാലാണ്. 2000-2024 വർഷങ്ങളിൽ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മൊത്തം നിക്ഷേപം 600 ദശലക്ഷം റിയാലിലും എത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങളുടെ ആഴത്തെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഗായിസ് മുഹമ്മദ് അൽ യൂസഫ് പ്രശംസിച്ചു. 25 വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് 2023 ഡിസംബറിൽ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചത്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ഈ സന്ദർശനം ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. 2023 ഉഭയകക്ഷി വ്യാപാരം 2.05 കോടി റിയാലിലെത്തി. ഇത് സാമ്പത്തിക ബന്ധങ്ങളുടെ ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അൽ യൂസഫ് കൂട്ടിച്ചേർത്തു. സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്ത കരാറിലെത്തുന്നതിനു മുമ്പ് ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയതിനാൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിന് നിരവധി സാധ്യതകളുണ്ടെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സാങ്കേതികവിദ്യ, വ്യവസായം, കൃഷി, ടൂറിസം,
പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വിദേശ വ്യാപാര അന്താരാഷ്ട്ര സഹകരണ ഉപദേഷ്ടാവ് പങ്കജ് ഗിംചി ഊന്നിപ്പറഞ്ഞു. 10ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ സമാപനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് താരങ്ങൾ അണിനിരന്ന മാരത്തണിൽ പുരുഷ വിഭാഗത്തിൽ മൊറോക്കോയുടെ റാഷിദ് അൽ മുറബ്ജിയും വനിതകളിൽ അസീസ അൽ റാച്ചിയും ജേതാക്കളായി. ഒമാനി താരങ്ങളിൽ സാലിഹ് അൽ സൈദി മികച്ച പ്രകടനത്തോടെ 1ാം സ്ഥാനത്ത് എത്തി. വടക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ 5 ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ആയിരുന്നു സംഘാടകർ. വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർ വിവിധ വിഭാഗങ്ങളിലൂടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു. യഥാർത്ഥ മരുഭൂമി മാരത്തൺ അനുഭവമാണ് മത്സരാർത്ഥികൾക്ക് ലഭിച്ചത്. വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. മസ്കത്ത്. ഭാര്യയും മക്കളും ഒമാനിലേക്ക് വരാനിരിക്കെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കണ്ണൂർ തലശ്ശേരി പുന്നൂർ സ്വദേശി മുഹമ്മദ് ജബ്സീർ 33 വയസ്സാണ് മസ്കത്ത് മഫേലയിൽ മരണപ്പെട്ടത്. ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി മഫേലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ വച്ചായിരുന്നു മരണം. കുറിച്ചിയിൽ ആയിഷ മഹലിലെ ജലാലുദ്ദീൻ ഖദീജ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ജബ്സീർ. ഭാര്യ നഫീസത്തുൽ സീബ. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മയ്യത്ത് തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വ്യാജ കറൻസികളുമായി 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഒമാനി പൗരനെയും ആഫ്രിക്കൻ പൗരത്വമുള്ള 2 പ്രവാസികളെയുമാണ് ROP കഴിഞ്ഞ ദിവസം പിടികൂടിയത്. വാദിൽ മആവിൽ വിലായത്തിൽ വെച്ച് വ്യാജ പ്രാദേശിക വിദേശ കറൻസികളുമായി തെക്കൻ പാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഈ പ്രദേശത്ത് കള്ളനോട്ട് വിതരണം ചെയ്തതായി കണ്ടെത്തി. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ROP അറിയിച്ചു. സ്വദേശീവൽക്കരണത്തിന് മുൻഗണന നൽകുന്ന കമ്പനികൾക്ക് പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് നിരക്ക് 30% കിഴിവ് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഒമാൻ തൊഴിൽ മന്ത്രാലയം. സ്വദേശി നിയമനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി വേഗത്തിലുള്ള ഇടപാടുകൾ, കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ, തൊഴിൽ ലൈസൻസ് ഫീസിൽ 30% കിഴിവ് തുടങ്ങിയ പ്രോത്സാഹനങ്ങൾ നൽകുമെന്ന് ഒരു പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൊഴിൽ മന്ത്രി പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ബിൻ സഈദ് ബുവൈനി പറഞ്ഞു. അതേസമയം രാജ്യത്ത് സ്വദേശിവൽക്കരണ നടപടികൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ വർഷം പുതിയ വിസ വിലക്കുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് പ്രവാസികളുടെ അവസരങ്ങൾ കുറയ്ക്കുകയും രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ് വിസ വിലക്കുകൾ. വിദേശികളുടെ ഒഴുക്കിലും ഗണ്യമായ കുറവുണ്ടാകും. ഇന്ത്യക്കാരുൾപ്പെടെ വിദേശികൾ കുറഞ്ഞതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഒമാനിൽ നിന്ന് മടങ്ങി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയുമാണ് അമീറിന്റെ മടക്കം. നയതന്ത്ര പരിശീലനം, സാമൂഹിക വികസനം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള 2 ധാരണാപത്രങ്ങളിലും സാംസ്കാരിക, വിദ്യാഭ്യാസ, കായിക, യുവജന സഹകരണ മേഖലകളിലെ 3 എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒമാനും ഖത്തറും ഒപ്പുവെച്ചു. സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും പരസ്പര ആശങ്കയുള്ള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി. പരസ്പര ബന്ധങ്ങളുടെയും താൽപര്യങ്ങളുടെയും വളർച്ചയെയും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും പ്രശംസിച്ചു. കൂടുതൽ അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്തും സഹകരണത്തിനും പങ്കാളിത്തത്തിനുമുള്ള വഴികൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറഞ്ഞു.
ഒമാൻ ഖത്തർ സംയുക്ത സമിതിയുടെ വിജയത്തെയും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ നിറവേറ്റുന്ന സംയുക്ത പദ്ധതികൾ നടപ്പാക്കുന്നതിലും അത് വഹിച്ച പങ്കിനെയും ഇരുപക്ഷവും പ്രശംസിച്ചു. ഒമാനിൽ 40 വർഷത്തിന് മുകളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികളെ ഗുബ്ര പ്രവാസി കൂട്ടായ്മ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂട്ടായ്മയുടെ കീഴിൽ നടന്ന സൗജന്യ മെഡിക്കൽ നോർക്ക കാർഡ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ രജിസ്ട്രേഷൻ ക്യാമ്പിൽ വെച്ചാണ് ഒമാനിൽ മാത്രം പ്രവാസം ആരംഭിച്ചിട്ട് 40 വർഷം കഴിഞ്ഞ പ്രവാസികൾക്ക് ആദരവുകൾ നൽകിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.